NSS-SNDP ഐക്യം VD സതീശനെതിരല്ല എന്ന് NSSന്റെ വിശദീകരണം. ഇത്തരത്തിൽ ചില മാധ്യമങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല. ഇതിന്റെ പേരിൽ അനാവശ്യ രാഷ്ട്രീയ പരിഗണന ചിലർക്ക് നൽകിയതും ശരിയല്ല. ലക്ഷ്യം NSS-SNDP ഐക്യം മാത്രമാണ്. NSS-SNDP ഐക്യം യാഥാർത്ഥ്യമാക്കാൻ ഇരു സംഘടനകൾ മാത്രം വിചാരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാരുടെയും ഉപദേശമോ സഹായമോ ആവശ്യമില്ല എന്നും ജി സുകുമാരൻ നായർ പറയുകയാണ്. സായി കുമാർ വിവരങ്ങളുമായ സായി, ഇന്നലെ വാർത്താ സമ്മേളനം ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ നിന്നും പിന്നാക്കം പോകുന്നുണ്ടോ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി? ഈ പ്രതികരണത്തെ എങ്ങനെ കാണണം? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? സ്മൃതി, ഇന്ന് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മളെല്ലാം കേട്ടതാണ്, അതിരൂക്ഷമായ വിമർശനം VD സതീശനെതിരെ ജി സുകുമാരൻ നായർ നടത്തിയതാണ്. ഇന്ന് അതിലൊരു വ്യക്തത വരുത്തുകയാണ് അദ്ദേഹം. അതായത് ഇന്നലെ വെള്ളാപ്പള്ളി നടേശന്റെയും ജി സുകുമാരൻ നായരുടെയും പ്രധാനപ്പെട്ട ഉന്നം VD സതീശൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നു, താൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് അത് SNDP NSS ഐക്യം എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ NSSന്റെ കൂടെ അഭിപ്രായം പറഞ്ഞു. നേതൃയോഗത്തിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ്. പക്ഷേ തന്റെ പ്രസ്താവനയെ NSS SNDP വേഴ്സസ് VD സതീശൻ എന്ന രീതിയിലേക്ക് മാറ്റിയതായി മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. വിഷയം NSS SNDP ഐക്യം എന്നുള്ളത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിന്റെ പേരിൽ അനാവശ്യമായ രാഷ്ട്രീയ പരിഗണന ആർക്കെങ്കിലും നൽകിയത് ശരിയായില്ല എന്നുകൂടിയാണ് സുകുമാരൻ നായർ പറയുന്നത്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അത് വേണ്ടിയിരുന്നില്ല. NSS SNDP ഐക്യം യാഥാർത്ഥ്യമാകാൻ ഇരു സംഘടനകൾ മാത്രം വിചാരിച്ചാൽ മതി. അതിന് ആരുടെയും ഉപദേശമോ സഹായമോ ആവശ്യമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. അതായത് താൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയതിന്റെ പ്രധാന ലക്ഷ്യം ഈ ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്. VD സതീശനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നീങ്ങാനോ ഉള്ള ലക്ഷ്യം തനിക്കുണ്ടായിരുന്നില്ല. ആ രീതിയിൽ ആ വാർത്തകൾ വന്നതിലുള്ള ഒരു അമർഷം കൂടി അദ്ദേഹം ഇപ്പോൾ രേഖപ്പെടുത്തപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തുകയാണ് സ്മൃതി ഇപ്പോൾ ജി സുകുമാരൻ നായർ ചെയ്യുന്നത്. സായികുമാർ, പക്ഷേ VD സതീശനെതിരെ ചില പ്രതികരണങ്ങൾ അദ്ദേഹം വളരെ രൂക്ഷമായി തന്നെ നടത്തുകയും ചെയ്തിരുന്നല്ലോ. ഈ തിണ്ണനിറങ്ങൽ പരാമർശവും NSS ആസ്ഥാനത്ത് അദ്ദേഹം വന്ന് 1.5 മണിക്കൂർ ചെലവഴിച്ചതും കാപ്പി കുടിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞതും ഒരു പരിഹാസ രൂപേണ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല VD സതീശനെ കയറൂരി വിട്ടാൽ കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നാക്കം പോവുകയാണോ? ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല സ്മൃതി. അതായത് തന്റെ ലക്ഷ്യം ഇതായിരുന്നില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ താൻ പറയുന്നതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോക്കം പോകുന്നു എന്നോ VD സതീശനെതിരെ പറഞ്ഞ വിമർശനങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചതൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് തന്റെ ഇന്നലത്തെ ലക്ഷ്യം എന്നുള്ളത് ഈ ഐക്യമാണ്, അതാണ് പ്രധാനം. അതിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉപദേശമോ നിർദ്ദേശമോ തങ്ങൾക്ക് വേണ്ട എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ VD സതീശനെതിരെ താൻ നീങ്ങുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു നേതാവിനെതിരെ മാത്രം നീങ്ങുന്നു എന്ന തരത്തിലൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ അദ്ദേഹം ഇന്നലെ ഏകദേശം 1 മണിക്കൂറോളം എടുത്ത് VD സതീശനെതിരെ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റാണെന്ന് താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. ആ വിമർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇന്നത്തെ പ്രസ്താവനയിൽ ഒരു വരി പോലും പറയുന്നില്ല. പകരം പറയുന്നത് തന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു. അവർ യോഗം ചേരാൻ പോകുന്നു, തങ്ങളും ആ യോഗം ചേർന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ തങ്ങൾ നീങ്ങുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് അദ്ദേഹം ഈ പ്രസ്താവനയിൽ പറയുന്നത്. സ്മൃതി, ശരി, അതൊരു വാർത്താക്കുറിപ്പിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്.